ഷെഫീഖ് വിചാരിച്ചിരിക്കുന്നത് എന്നെന്തോ സീരിയസ് ഇഷ്യൂവിൽ കൊണ്ടുപോയി ഞാൻ മരിച്ചു പോകും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പാടാനുള്ള ഒരു പാട്ട്. ഷൂട്ടോ ചെങ്കോട്ട അതിന്റെ ഗേറ്റ് മതിൽ അനുവാദമില്ലാണ്ട് കടന്നു ചാടിയിട്ട് ടിഷ്യൂ കൊണ്ട് മരിക്കേണ്ട ആൾക്കാരാ. ഇന്ത്യ ഗേറ്റിന്റെ മുന്നിൽ നിന്നൊക്കെ മനോഹരമായ വിഷ്വൽസ് നമ്മൾ ഇടുന്നത്, ഒരു പെർമിഷനും ഇല്ലാണ്ട്. ക്യാമറ എവിടെ വെച്ചെന്ന് ആൾ കാണാത്ത രീതിയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോടറ നടന്നു പോയി അഭിനയിച്ചിരുന്നത്. ഞാൻ ഇവിടുന്ന് ലൈറ്റായിട്ട് ആരെങ്കിലും പാട്ട് വെക്കും, ആ പാട്ടിനനുസരിച്ച് ഞാനിങ്ങനെ അഭിനയിക്കാനുള്ള കോൺഫിഡൻസ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, ഞാൻ സീരിയലിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ ഇക്കണ്ട ആൽബങ്ങളിലൊക്കെ തന്നെ സിനിമയ്ക്കകത്ത് നമുക്ക് കിട്ടാതെ പോയ അവസരങ്ങളുടെ ഖേദം തീർക്കാനാണ് വിവിധ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ളത്. പെണ്ണായിട്ട് വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ആകാശത്തോളം വാഴ്ത്തുന്ന പലരും, മരിച്ചുപോയ പലരും മരിക്കാൻ കാരണം തന്നെ ലഹരിയാണ്. ലഹരി കഞ്ചാവ് മാത്രമൊന്നുമല്ലല്ലോ, ലഹരി ഇവിടെ മദ്യം ഒക്കെ ലഹരി തന്നെയാണ്. അതും അതിനേക്കാളും മുന്തിയതൊക്കെ അടിച്ചിട്ട് മരിച്ചുപോയ മഹത്തായ കലാകാരന്മാർ. ഞാനും നിങ്ങളും വളരെ ഭവ്യതയോടുകൂടി തൊഴുതുകൊണ്ട് ഓർക്കുന്ന, മൺമറഞ്ഞു പോയതും നിലവിൽ നിൽക്കുന്നതുമായ കവികളും നടന്മാരും കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും എന്തെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് അവരത് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ കലാസൃഷ്ടികൾ നമ്മൾ വേണ്ടാന്ന് വെച്ചോ, അവരുടെ നന്മകൾ പറയാതിരുന്നോ, അവരെ വെറുത്തോ, കൊടുത്ത അവാർഡ് തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അവാർഡ് കൊടുക്കൂല എന്നിട്ടുണ്ടോ? ഇല്ല. ഈ പറയുന്ന വാക്കുകളിൽ റാപ്പ് സ്റ്റൈലിൽ പറഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകൾ കഴമ്പില്ല എന്നൊക്കെ ചിലർ പറയുന്നത്, എന്തോ പാടുക എന്നൊക്കെ. ആര് പറഞ്ഞു? ആ വരികൾക്കൊക്കെ നല്ല മൂർച്ചയുണ്ട്. അതിനുള്ളിലേക്ക് കടന്നു ചെല്ലാനുള്ള ചിന്താശേഷി ഉള്ളവർക്ക് അത് മനസ്സിലാവും. ഇവിടെയല്ലേ ഞാൻ പിച്ച വെച്ചതൻ രതിരാഗവീതിയിൽ സങ്കൽപ്പവീജിയിൽ എഴുത്തച്ഛനും ചെറുശ്ശേരിയും പിന്നെ കുഞ്ചനെന്നത്രയ കവികൾ തീർത്ഥരാഗമിൽ വിസ്മയിച്ചതും പിന്നെ പരിചയിച്ചതും ഈ കലാലയം കലതീർത്തൊരങ്കണം, ഈ കലാലയം കലതീർത്തൊരങ്കണം. ഷാഫിക്കാടെ ഹിറ്റ് ഗാനങ്ങളൊക്കെ സമ്മാനിച്ചത് ഗാലറി വിഷനിലൂടെയാണല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഷാഫിക്കാക്ക്? അതൊരു സത്യമാണ്. ഓഡിയൻസിന്, നമ്മൾ ആസ്വദിക്കുന്ന ഓഡിയൻസിന് മുഴുവൻ അറിയുന്ന ഒരു കാര്യമാണ്. എല്ലാ കമ്പനികളും നല്ല പാട്ടുകളെല്ലാം മിലേനിയം, SR മീഡിയ എല്ലാവരും തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സോങ്സ് ഏറ്റവും കൂടുതൽ. അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തൂടെ. പിന്നെ അതിലെനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുള്ളത് നല്ല എഴുത്തുകാരായിട്ടുള്ള ഷെഫീഖ് റഹ്മാൻ്റെ വരികൾ ഗാലറി വിഷനിലൂടെയാണ് ഞാൻ പാടുന്നത്. അത് ഒരു പാട്ട് എടുത്ത് പറയണ ഒരുപാടുണ്ട്. ഓഡിയൻസിനോട് ചോദിച്ചാൽ ആദ്യം അവർ പറയുന്ന 2 പാട്ട് ഷെഫീഖിൻ്റെത് എന്നും എൻ്റെ ഓർമ്മകളിൽ, കലാലയം. നമ്മളിപ്പം ബാക്ക് ടു കലാലയം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ന്യൂ വേർഷൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇറങ്ങാൻ പോകുന്നുള്ളൂ. പിന്നെ വിരഹത്തിൻ വേദന അറിയാൻ പ്രണയിക്ക് ഒരു വട്ടം. അങ്ങനെ നീണ്ട ലിസ്റ്റുണ്ട്. അതുപോലെ ഷെഫീഖ് വരുന്നതിന് മുമ്പ് നിസാർ വടകര ഒരുപാട് ജനങ്ങൾ ഹിറ്റ് എന്ന് പറഞ്ഞ ഒരുപാട് സോങ്സ് ഗാലറി വിഷനിലൂടെ, പുഞ്ചിരി തൂവും പെണ്ണാണ്, പിന്നെന്താണ്, പിന്നെ എൻ്റെ മോഹമാണ് സജന, നെല്ലടിക്കുയിലെ, പിന്നെ അങ്ങനെ കുറേ പാട്ടുകൾ. അതിൽ തന്നെ പിന്നെ എൻ്റെയോടൊപ്പം വേറെ കുറച്ച് പാട്ടുകൾ പാടിയിട്ടുള്ള മനാഫ് അലി, അങ്ങനെ കുറേ എറണാകുളം ഭാഗത്ത് തന്നെയുള്ള കുറച്ച് സിംഗേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഷറഫ് അഭിനയിച്ചിട്ടുണ്ട് കുറേ. നിങ്ങളെ ഗാലറി വിഷൻ്റെ മുതലാളി നല്ലൊരു നടൻ കൂടിയാണ്. പിന്നെ കലാസ്വാദകർക്കേ ഇത് പറ്റുള്ളൂ. സിനിമ രംഗത്ത് അണിയറ പ്രവർത്തകനായിട്ട് തുടങ്ങിയതാണ് ഷറഫ്. അതുകൊണ്ട് ഷറഫിന് നല്ല ദീർഘവീക്ഷണമുണ്ട് പാട്ടുകളെക്കുറിച്ചും കഥകളെക്കുറിച്ചും. നമ്മളൊരു ആൽബത്തിനായാലും സ്റ്റോറി ചെയ്യുന്ന സമയത്ത് അത് അവിടെ അങ്ങനെ ഓഡിയൻസിന് ഇങ്ങനെ അടിക്കൂടാ എന്ന് പറയാനുള്ള ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കുറേ ജനങ്ങൾ നല്ലത് എന്ന് പറഞ്ഞ് ഇന്നും കാത്തു സൂക്ഷിക്കുന്ന കുറേ വർക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് വർക്കുകളുണ്ട് ആ ഗണത്തിൽ. കലാലയം തന്നെ വോളിയം 1, 2, 3 ഉണ്ട്. ഉങ്കൽ മിൻസാർ എന്ന് പറഞ്ഞിട്ട് വർക്കുണ്ട്. എനിക്ക് രസകരമായൊരു അനുഭവം പറയാനുണ്ട് അതിനകത്ത്. പിന്നെ നമുക്ക് കലാലയത്തിൻ്റെ കുറച്ച് വരികൾ പാടിയിട്ട് ഇവിടെയല്ലേ ഞാൻ
പിച്ച വെച്ചതൻ രതിരാഗവീതിയിൽ സങ്കൽപ്പവീജിയിൽ എഴുത്തച്ഛനും ചെറുശ്ശേരിയും പിന്നെ കുഞ്ചനെന്നത്രയ കവികൾ തീർത്ഥരാഗമിൽ വിസ്മയിച്ചതും പിന്നെ പരിചയിച്ചതും ഈ കലാലയം കല തീർത്തൊരങ്കണം ഈ കലാലയം കല തീർത്തൊരങ്കണം എന്നുമെൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരം അനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. പിന്നെ ഷെഫീഖിൻ്റെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വരിയാണ്. മാനമാകെ മധുമാരി വില്ല് തെളിയുന്ന പോലെ തോന്നും, മനസ്സിലന്നു വരെ കണ്ടതില്ലാത്ത മയിലുപ്പീലി നീർത്തും, ഒഴുകിയകലുന്ന പുഴയും കണ്ണാടിയെന്ന് തോന്നും, തഴുകിയകലുന്ന കാറ്റും ചങ്ങാതിയെന്ന് തോന്നും, സ്വപ്നങ്ങൾ കുളിരേകും സ്വർഗങ്ങൾ പതിവാകും, നിലാവുള്ള രാവിൽ മയങ്ങാതെയാകും, വിരഹത്തിൻ വേദനയറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം, വിടരാപ്പൂ മുട്ടുകളവിടെ കരയിക്കും പലവട്ടം. അതിനു മുമ്പ് ഫസ്റ്റ് ഷറഫിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ നിസാർ വടകര, നല്ല കഴിവുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരുപാട് പാട്ടുകളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വരികളാണ് നിസാറിൻ്റെ. വെള്ളിമണി കൊലുസണിഞ്ഞു വെണ്ണിലവിൻ ചേലുമായി നീ എൻ്റെ ചാരയായി വന്നൊരു നേരം, അന്നാദ്യം കണ്ടതല്ലേ ഇഷ്ടം ഞാൻ ചൊല്ലിയില്ലേ, എന്നിട്ടും എന്തിനാണിന്നു പരിഭവം, ഈ വാക്കുകൾ നീയോർക്കുമോ, എൻ്റെ സ്നേഹമിന്ന് സുഖമാകുമോ, ഈ സങ്കടം ഒന്ന് തീർക്കുവാൻ നീ പോരുമോ എൻ്റെ തോഴിയായി, നിനക്കായി മാത്രമാണീ ജീവിതം, നിനക്കായി മാത്രമാണിൻ കൽബകം, ചെമ്പകച്ചേലുമായി എൻ്റെ മുന്നില് വന്നു നിൽക്കും സുന്ദരി എൻ്റെതല്ലേ നീ. അങ്ങനെ രസകരമായ ഒരു അനുഭവമുണ്ട് ഇതിന് ഷെഫീഖ് റഹ്മാൻ്റെ. അതായത് ഞാൻ എന്നും നിനക്കായി പാടാന്ന് പറഞ്ഞ റീമേക്കിംഗ് ആൽബം പാടിക്കൊണ്ടിരിക്കുന്നു, ഹിന്ദി പാട്ടുകളുടെ മലയാളം കവിത ഓഡിയോസിന് വേണ്ടി. അപ്പം BM മീഡിയാസിൽ മഹേശ്വരൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ റെക്കോർഡിങ്. ഞാൻ ആ സമയത്ത് നമ്മൾ ഷട്ടിൽ ഓടുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാച്ചിലിൻ്റെ സമയം. രാവിലെ എന്തെങ്കിലും ഉദ്ഘാടനങ്ങളോ പരിപാടിയോ, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പരിപാടി, വൈകുന്നേരം പരിപാടി, എല്ലാം കഴിഞ്ഞ് ഉറക്കൂണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളില്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മളെന്തൊക്കെ പറഞ്ഞാൽ നമ്മളെ ഒരു ലേബിൾ ഉണ്ടാക്കിയെടുക്കാൻ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെടുന്ന ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വീട്ടിൽ നിന്നാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ എല്ലാം ഏറ്റെടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പാട്ട് പാടാൻ വന്ന് രണ്ടാമത്തെ പാട്ട് പാടുമ്പോൾ ഞാൻ ബോധം പോയി വീണ് സ്റ്റുഡിയോയിൽ. തൊട്ടടുത്ത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. കുറേ പേര് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവിടെ. ഷെഫീഖുണ്ട്, പുതിയ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡിസ്കഷന് നിൽക്കാൻ. അപ്പോൾ പുതിയ വർക്കിലെ പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ. അപ്പോൾ തൊട്ടടുത്ത് ഇപ്പുറത്ത് പിന്നെ ഒരു ഹറമൈൻ എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ഹോം ഉണ്ട്, അവിടെയാണ്. അപ്പം ഞാൻ ബേബിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് കുറച്ച് 2-3 ഗ്ലൂക്കോസ് ഒക്കെ ഇട്ട് എന്തോ നമ്മൾ ഉഷാറായി വീണ്ടും തിരിച്ചു വന്ന് ബാക്കി പാട്ടുകൾ പാട്. ഷെഫീഖ് വിചാരിച്ചിരിക്കുന്നത് എന്നെന്തോ സീരിയസ് ഇഷ്യൂവിൽ കൊണ്ടുപോയി ഞാൻ മരിച്ചു പോകും എന്നാണ്. അപ്പോൾ ഷെഫീഖ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പാടാനുള്ള ഒരു പാട്ട് വേറെ ആരെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. സ്വർഗത്തിൽ ഒരു സിത്താറും ഒത്തിരിപ്പുണ്ടാകും എൻ പ്രിയ സ്നേഹിതൻ, സ്വപ്നം കണ്ട കാമുകൻ, സദാഭാവഗായകൻ, സ്വന്തം
സ്നേഹനായകൻ. ഈവൻ ഞാൻ തിരിച്ചു വന്നപ്പം കരച്ചിലൊക്കെ മാറി ഒരു പരുങ്ങൽ. ഞാനൊരു പാട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ എന്താ നമുക്ക് അടുത്ത വർക്കിൽ കേട്ടോക്കട്ടെ. ഞാൻ ഷാഫിക്ക നിങ്ങൾ മരിച്ചോ എന്ന് വിചാരിച്ചിട്ട് എഴുതി. എൻ്റെ മുഖത്ത് നോക്കി പറയാ നിങ്ങളെ സ്മരണകൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ള ഒരു പാട്ടായിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും ഒരാളെ സ്മരണയ്ക്ക് സമർപ്പിച്ചാൽ മതിയല്ലോ. നീ എൻ്റെ അനുപല്ലവി തൊട്ട് റഫി സാബിനെ കുറിച്ച് ആക്ക്. എന്നിട്ട് നമുക്ക് BGM എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി ശശിയേട്ടനോട്, ശശികൃഷ്ണയാണ് ഞങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർക്കസ്ട്രേഷൻ അന്നും ഒരുപാട് വർക്കുകൾക്ക് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ കലാലയം എല്ലാം. അപ്പോൾ ശശിയേട്ടനോട് ഞാൻ പറഞ്ഞു നമുക്ക് റഫി സാബിൻ്റെ പാട്ടുകൾ, മികച്ച പാട്ടുകളുടെ പിന്നെ ട്യൂൺസ് BGM ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ആ ട്യൂൺസൊക്കെ ഉപയോഗിച്ച് ഈവൻ മുഹമ്മദ് റഫി സാബിന് വേണ്ടി സമർപ്പിച്ചൊരു പാട്ടായി. മില്ലിയനും സജിയേട്ടനാണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള റഫി സാബിൻ്റെ ഒരു ആരാധകനായിട്ടുള്ള സംഭവം. അത് ഇതൊരു പാട്ടയത്തിൻ്റെ കൂട്ടത്തിൽ, ഗാലറി വിഷൻ്റെ വർക്കിൻ്റെ കൂട്ടത്തിൽ രസകരമായ ഒരുപാട് സംഭവങ്ങളിൽ ഒന്നാണിത്. അന്ന് ഞങ്ങൾ ഈ ഷൂട്ടിനൊക്കെ പോയി കഴിഞ്ഞാൽ ഡൽഹിയിൽ കാശ്മീരൊക്കെ പോയിട്ട് കാശ്മീരി എന്ന് പറഞ്ഞ ഒരു ആൽബം ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഒരു മനുഷ്യൻ പറഞ്ഞാൽ വിശ്വസിക്കാത്ത അനുഭവങ്ങളുണ്ട് അതിനകത്ത്. ഈ പാട്ടുകളൊന്നും റെഡി ആയിട്ടില്ല. ഞാനീ പറഞ്ഞ പോലെ ഞാൻ പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങുന്നതിൻ്റെ ഇടയിൽ ഇവൻ വിളിച്ചാൽ ഞാൻ പെട്ടെന്ന് പോകും. ഷർഫ് വിളിച്ചാൽ ബാക്കിയെല്ലാം ഒഴിവാക്കി വെച്ചു. 2-3 പ്രോഗ്രാമൊക്കെ ക്യാൻസൽ ചെയ്ത് എന്നോടൊരു 3-4 ദിവസത്തേക്ക് നീ ഇവിടെ വേണം. അങ്ങനെ പറഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ 2 പാട്ടേ ഉള്ളൂ, പക്ഷേ നീ ഇവിടെ വേണം എന്നെല്ലാം പറഞ്ഞ് ഞാൻ ആയിക്കോട്ടെ എന്നെല്ലാം പറഞ്ഞ് കുറേ ദിവസത്തെ പരിപാടികളൊക്കെ മാറ്റി വെച്ച് ഞാനും ഹരിയേട്ടനും കൂടെ ട്രെയിൻ കയറി. അവിടെ എത്തി നോക്കുമ്പം പാട്ടുണ്ടോ സ്ക്രിപ്റ്റ് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ. ഡയറക്ടർ പിന്നെ ലിയോൺ കെ തോമസും ക്യാമറമാൻ VR ജഗന്തും അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളും അവിടുന്ന് ആരെങ്കിലും ആർട്ടിസ്റ്റിന് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയത്. പാട്ട് ഏത് ചെയ്യും? അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഐഡിയ തോന്നിയത്, ഒരു റീമേക്കിംഗ് ആൽബം പോലെ. പുതിയ ഓർക്കസ്ട്ര ചെയ്യാനൊന്നും സമയമില്ലല്ലോ. ഞാൻ ആ തൊട്ടടുത്ത് കടയിൽ പോയിട്ട് റഫി പാട്ടുകളുടെയും കുറച്ച് നമുക്ക് പ്രിയപ്പെട്ട കുറച്ച് പാട്ടുകളുടെ ഹിന്ദി സോങ്സിൻ്റെ കരോക്കെ വാങ്ങിക്കൊണ്ടാണ്. ഒരു വാക്ക്മാൻ ഇവിടെ വെക്കുന്നു, ഒരു ടേപ്പ് റെക്കോർഡർ ഇവിടെ, സെൻറ്ററിൽ ഞാൻ. ഇത് രണ്ടും ഒരാൾ പിടിക്കും, ഓരോരുത്തരായിട്ട് പിടിക്കും. ഇതിനകത്ത് ട്രാക്കിൻ്റെ കാസറ്റ് ഇടുന്നു, വാക്ക്മാനിൽ നമ്മളൊരു കാലി കാസറ്റ് ഇടുന്നു, ട്രാക്ക് പ്ലേ ചെയ്യുന്നു, ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു. സെൻറ്ററിൽ നിന്ന് സ്പോട്ടിൽ വരി എഴുതിയിട്ട് ഞാനവിടെ പാടുന്നു. ഒരു വെൺപിറാവ് പോലെ സഖി നീ പറന്നു വന്നു, പൊരിയാത്ത നിന്റെ സ്നേഹം മുജെ ഇഷ്ക് ഹേ തുജി സേൻ്റെ. പിന്നെ പതിവായി ഞാനിരിക്കും പൂമരത്തിൻ താഴെ പരദേശി സേന. പിന്നെ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത കാശ്മീരിനെ കുറിച്ച് പർവ്വതനിരയിൽ പനിനീർ പെയ്യും എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ഇതെല്ലാം നിലവിലുള്ള ട്യൂണുകൾക്ക് എഴുതുന്നു, ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു, സ്പോട്ടിൽ അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ടോ ചെങ്കോട്ട അതിൻ്റെ ഗേറ്റ് മതിൽ അനുവാദമില്ലാണ്ട് കടന്നു ചാടിയിട്ട് ടിഷ്യൂ കൊണ്ട് മരിക്കേണ്ട ആൾക്കാരാ. 10 മിനിറ്റ് ക്യാമറമാൻ തയ്യാറാണോ? തയ്യാറാണ്. അപ്പോൾ നടൻ നായികയും ചാടിക്കോ, അപ്പുറത്ത് ചാടി പാടി നടന്നോ, അപ്പോൾ ഞാൻ പാടി അങ്ങ് നടക്കും. ഒരു സീക്വൻസ് ആഡ് ചെയ്ത് ഇപ്പോഴും ഞാൻ കള പറയില്ല, നിങ്ങൾ യൂട്യൂബിൽ കാശ്മീർ എടുത്ത് നോക്കിയോ, അതിൻ്റെ വിഷ്വൽ കണ്ടോ. ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നൊക്കെ മനോഹരമായ വിഷ്വൽസ് നമ്മൾ എടുത്തത്, ഒരു പെർമിഷനും ഇല്ലാണ്ട്. ക്യാമറ എവിടെ വെച്ചെന്ന് ആൾ കാണാത്ത രീതിയിൽ നമ്മൾ ക്യാമറ ഒളിപ്പിച്ച് വെച്ചിട്ട് ലോ ആംഗിൾ ക്യാമറയും വെച്ച്, ജഗന്തേട്ടൻ്റെ കഴിവാണത്. അദ്ദേഹം ഫോക്കസ് ഔട്ടാവാതെ ക്ലിയറായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോടറ നടന്നു പോയി അഭിനയിച്ചു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ലൈറ്റായിട്ട് ആരെങ്കിലും പാട്ട് വെക്കും, ആ പാട്ടിനനുസരിച്ച് ഞാനിങ്ങനെ. അപ്പോൾ അങ്ങനെ പെർമിഷൻ ഇല്ലാതെ കുത്തുബ്മിനാറിനടുത്തും അവിടെ ഇവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ് കാശ്മീരി എന്ന് പറയുന്നത്. ഇതെല്ലാം ഗാലറി വിഷൻ്റെ അനുഭവങ്ങളാണ്. ഗാലറി വിഷനിൽ നിന്ന് എണ്ണം പറഞ്ഞ പാട്ടുകൾ. എൻ്റെ കരിയറിൽ ആർക്കെങ്കിലും പിന്നെ ഒരു 50 പാട്ടെടുത്ത് പറയാൻ പറഞ്ഞാൽ 30 പാട്ട് ഗാലറി വിഷൻ്റെയാണ്, ഒരു സംശയമില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം കറക്റ്റാണ്. ജനങ്ങൾ ഹിറ്റ് എന്ന രീതിയിൽ അവരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള പാട്ടുകളുടെ എണ്ണം, കൂടുതൽ എണ്ണവും ഗാലറി വിഷൻ്റെ പാട്ട്. ഷാഫിക്ക ഒരു നല്ല ഡെഡിക്കേഷനോട് കൂടിയാണോ മ്യൂസിക്? അതായത് ഇപ്പം പഴയ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു സോങ്സിനൊക്കെ പ്യുവർ സോങ്സ് ആണ്. ഇപ്പം മെയിൻലി ആർട്ടിഫിഷ്യാലിറ്റി ആഡ് ചെയ്യുന്നുണ്ടോ ഈ ഒരു മ്യൂസിക്സിനോടൊക്കെ? അതിനെക്കുറിച്ച് എന്താ ഷാഫിക്കയുടെ അഭിപ്രായം? ടെക്നിക്കലായിട്ടോ ആർട്ടിഫിഷ്യാലിറ്റി കൊണ്ടുവന്നിട്ട് അതിനെ ബെറ്റർ ആക്കുവാണോ ഇപ്പോഴത്തെ ജനറേഷൻ, അതോ
ആ ഒരു പഴയ സംഗീതം അതുപോലെ കീപ്പ് ആവുന്നില്ലല്ലോ, ടെക്നോളജി ഡെവലപ്പായി. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ഷാഫിക്കക്ക് തോന്നുന്നത്? എൻ്റെ അഭിപ്രായം ഇൻഡിവിജ്വൽ ഇൻസ്ട്രുമെൻസിന് എല്ലാവരെയും വിളിച്ച് വായിപ്പിച്ച് പഴയ പോലെ നമ്മളെ ഏഡാറ്റ് സിസ്റ്റത്തിലൊക്കെ ചെയ്തിരുന്ന പോലെ സിംഗർ നിന്ന് പാടുന്നു, ഒപ്പം തന്നെ ഇൻസ്ട്രുമെൻസ് എല്ലാം വായിക്കുന്നു, ആരെങ്കിലും ഒരാൾ തെറ്റിയാൽ തിരുത്തി. അങ്ങനെ അഭിപ്രായവും ആഗ്രഹവും അതാണ്. അങ്ങനെ പാടാൻ ഭാഗ്യം ചെയ്ത ലാസ്റ്റ് ജനറേഷനാണ് ഞാനും താജുക്കയും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷൈൻ സ്റ്റുഡിയോ കൊയിലാണ്ടി കോഴിക്കോട് ഞാൻ പറഞ്ഞ സുന്ദരി നീ ഒന്ന് ഗസലായ അടക്കം 4 വർക്കുകളോളം ഞങ്ങൾ അങ്ങനെ ചെയ്ത്. പക്ഷേ ടെക്നോളജി വളർന്നതോടുകൂടി ആൾക്കാർക്ക് ആസ്വദിക്കാനുള്ള നേരമില്ല, ജനങ്ങൾക്ക് പ്രൊഡ്യൂസർമാർക്ക് ക്ഷമയില്ല, ഓഡിയൻസിന് ക്ഷമയില്ല, ആർട്ടിസ്റ്റിന് ക്ഷമയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ടെക്നോളജി കണ്ടുപിടിക്കുന്നതും എങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ പിന്നെ എന്തായി, അമേരിക്കയിലിരുന്ന ഒരാൾ പാടിയാൽ വോക്കൽ ഇവിടുന്ന് നമ്മൾ മിക്സ് ചെയ്യുന്ന ഓർക്കസ്ട്രേഷൻ ഒന്നും വേണ്ട, വെറുതെ ക്ലിക്കും ഒരു പാഡും വെച്ച് പാടിക്കഴിഞ്ഞാൽ ഇവിടെ അയച്ചു കൊടുത്താൽ എല്ലാം ആയി. അതിപ്പം തുടങ്ങിയിട്ട് കുറേ കാലമായി. അതിനേക്കാളും ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വെറുതെ വാട്സപ്പിൽ വെറുതെ പാടിയിട്ട് കൊടുത്താൽ തന്നെ പാട്ടായി. വെറുതെ വർത്താനം പറഞ്ഞാൽ ഈണങ്ങളാക്കി മാറ്റാനുള്ള മെലോഡിയൻ സിസ്റ്റം വരുന്നുണ്ട്. എനിക്ക് മെലോഡിയൻ ഒരുപാട് അധികം ഉപയോഗിക്കുന്നതിനോട് വലിയൊരു അഭിപ്രായമില്ല. അത് എൻ്റെ പാട്ടിന് തന്നെ മിക്സ് ചെയ്യുന്നവർ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പരമാവധി നമ്മൾ കുറേയൊക്കെ ഔട്ടുണ്ടെങ്കിൽ തിരുത്തി പാടാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് വേണ്ടത്. ശ്രമിക്കാറുണ്ട്. ഈ പറഞ്ഞ തിരക്ക് കാരണം ചിലപ്പം രണ്ടാമത് പാടാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അപ്പോഴത്തേക്ക് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ആത്മാർത്ഥമായ സമർപ്പണം ഉണ്ടായിരുന്ന മ്യൂസീഷ്യൻസ് പഴയ ലെജൻഡറി മ്യൂസീഷ്യന്മാർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. പുതിയ കാലത്ത് കഴിവുള്ളവരൊക്കെ ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ എല്ലാവരും ചേർന്നിരുന്നിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിക്കുള്ള അവസ്ഥയില്ല, അവസരമില്ല. അത് ചെയ്താൽ തന്നെ അത് അപൂർവം. സിനിമ മേഖലയിൽ തമിഴ് പടത്തിലൊക്കെ ഇപ്പോൾ രാജാ സാറിനൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ, റഹ്മാൻ സാറിനൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ തന്നെ അവർ ഇൻസ്ട്രുമെൻസിന് ഇൻഡിവിജ്വൽ പ്ലേ ചെയ്യുന്ന ആൾക്കാരെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും, ഉപയോഗപ്പെടുത്തുകയും ഇപ്പോഴും അവരെ കൊണ്ട് ഡയറക്റ്റ് വായിപ്പിച്ച് അക്കോസ്റ്റിക്കാർ വായിപ്പിച്ചിട്ട് തന്നെയാണ്, ലൂപ്പ് ഉപയോഗിക്കുന്നില്ല. നമുക്കിപ്പോൾ ആക്ടിങ് കേസ് എടുക്കുകയാണെങ്കിൽ ആക്ടിങ്ങിനോട് ഷാഫിക്ക കണ്ടിന്യൂ ചെയ്യുമോ അതോ എങ്ങനെയാണ്? ആക്ടിനെ കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ഈ പറഞ്ഞ മാതിരി നമ്മളൊരു ആക്ടേഴ്സിനൊക്കെ ഹീറോ പരിവേഷം കാണുന്ന ആളുകൾക്കൊക്കെ നമ്മൾ കുറേ ക്വാളിറ്റീസ് നമ്മൾ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റ്, കാണാൻ ഹാൻസം, അങ്ങനെയാണ്, ഡാൻസർ, കുറേ സംഭവങ്ങൾ ഒത്തിണങ്ങിയ ആളാണ്. അല്ലെ പിന്നെ പ്രത്യേക കഥാപാത്രം ഇപ്പം മമ്മൂക്ക പൊന്തന്മാടെയൊക്കെ അവതരിപ്പിച്ച മാതിരി സൂര്യമാനസൊക്കെ പോലെ ആണെങ്കിൽ അതിൽ പിന്നെ ഹീറോസ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് ഒരു സാധനം വരുന്നില്ല. അല്ലാതെ നമ്മൾ സാധാരണ കാണുന്ന ഹീറോസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ. അപ്പോൾ ആ നിലയ്ക്ക് ചെല്ലാനുള്ള പരിമിതികൾ എനിക്കുണ്ട്. അങ്ങോട്ട് പിന്നെ ഹീറോ ആയിട്ടൊക്കെ ഒരു സംഭവം എന്നെ ഏൽപ്പിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് ഒരുപാട് കാര്യങ്ങൾ, ഘടകങ്ങൾ വേണം. അഭിനയിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, ഞാൻ സീരിയലിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നിലവിൽ ഇക്കണ്ട ആൽബങ്ങളിലൊക്കെ തന്നെ സിനിമയ്ക്കകത്ത് നമുക്ക് കിട്ടാതെ പോയ അവസരങ്ങളുടെ ഖേദം തീർക്കാനാണ് വിവിധ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ളത്. പെണ്ണായിട്ട് വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പെൺവേഷം ചെയ്യുന്ന ഒരാണിൻ്റെ ഒരു സംഭവം, അങ്ങനെ കുറേ വ്യത്യസ്തങ്ങളായ സംഭവം ചെയ്തിട്ടുണ്ട്. തല്ലുമല എന്ന് പറഞ്ഞ മൂവിയിൽ അഭിനയിച്ചു. അതിന് മുമ്പ് എസ്കേപ്പ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ഷോട്ട് മൂവി ഉണ്ടായിരുന്നു. ഒരു ഇപ്പോൾ 20 മിനിറ്റാണ്, 20 മിനിറ്റ് സിംഗിൾ ഷോട്ടിലുള്ള. അതിലൊരു ഡയറക്ടറായിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് തല്ലുമല അഭിനയിച്ചു. പിന്നീട് ആകാശം കടന്നെന്ന് പറഞ്ഞ, ആകാശം കടന്നൊക്കെ ആകെ ഒരു 1 വീക്ക് അങ്ങനെ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു മെസ്സേജ് മൂവിയാണ്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പാരൻസ് അനുഭവിക്കുന്ന കുറേ ഫ്രസ്ട്രേഷൻസ്, അവരെ സമൂഹത്തിൽ ചിലരെങ്കിലും മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന, പിന്നെ നമ്മുടെ സിദ്ദീഖ് മാഷിൻ്റെ ഡയറക്ഷനിലുണ്ടായിരുന്ന നല്ലൊരു സംഭവം. അതിൽ നല്ലൊരു വേഷം ചെയ്തു, ഒരു പ്രവാസിയുടെ. അത് കഴിഞ്ഞപ്പം ധ്യാൻ ശ്രീനിവാസനും ലുക്മാനും നായകന്മാരാകുന്ന വിജയരാഘവൻ സാറ് പിന്നെ ശാന്തികൃഷ്ണ ചേച്ചിയൊക്കെ ഉള്ള പടത്തിലൊരു പ്രധാന കഥാപാത്രം. വള എന്നാണ് മൂവിൻ്റെ പേര്. കഠിന കടോരം ചെയ്ത ബേസിൽ മൂവി ചെയ്തിട്ടുള്ള മുഹാസിനാണ് അതിൻ്റെ സംവിധായകൻ. അതിനകത്ത് വേഷം ചെയ്തു റീസെൻ്റ്ലി. ഇനിയിപ്പം നെക്സ്റ്റ് ഇപ്പോൾ ഒരു പൂജ കഴിഞ്ഞിട്ടുള്ള ഒരു മൂവി ഉണ്ട്. അതിൻ്റെ മഴക്കാലം കഴിഞ്ഞാലങ്ങനെ ഷൂട്ട് തുടങ്ങുള്ളൂ. ഡർബി എന്ന് പറഞ്ഞിട്ടൊരു യൂത്തിൻ്റെ ഒരു മൂവി ഉണ്ട്. അതിലൊരു അധ്യാപകനായിട്ട്, കോളേജ് അധ്യാപകനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആക്ടിങ്ങിൽ എനിക്ക് ക്യാരക്ടർ റോൾസ് ചെയ്യാൻ ഇഷ്ടമാണ്. എൻ്റെ പിന്നെ രൂപത്തിനും ഭാവത്തിനും കഴിവിനും
ഓക്കെ. അനുസരിച്ച് ആരെങ്കിലുമൊക്കെ തന്നാൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അതിന് ആത്മവിശ്വാസമുണ്ട്. ഉണ്ട്. ശ്രമിക്കും. മെയിൻലി ലിറിക്സും മ്യൂസിക്കും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ സിനിമയിലേക്ക് എന്താണ് ചെയ്തിട്ടുള്ളത്? സിനിമയിൽ ലിറിക്സ് ചെയ്തിട്ടുണ്ട്. കമ്പോസിങ് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഉള്ള അവസരം ആ സിനിമ നടക്കാതെ പോയതുകൊണ്ട്, അല്ലെങ്കിൽ നല്ല കുറച്ച് പാട്ടുകൾ ചെയ്യാൻ ശ്രമിച്ച് നന്നായിട്ട് അതിൻ്റെ എന്താ പറയുക, ഡയറക്ടർക്കും പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് ഈണങ്ങളൊക്കെ ചെയ്ത് വെച്ചിരുന്നു. ലിറിക്സ് ഞാൻ ചെയ്തിട്ടുള്ളത് വളരെ ഫസ്റ്റ് നമ്മളൊരു റീമേക്കിംഗ് സിനിമ, സിൽക്ക് സ്മിതയുടെ ജീവിത കഥ പറഞ്ഞിട്ടുള്ള സിൽക്ക് എന്ന് പറയുന്ന കന്നഡ മൂവി മലയാളത്തിലേക്ക് ചെയ്തപ്പോൾ അതിലൊരു 5-6 പാട്ടുകൾ ഞാൻ ലിറിക്സ് ചെയ്തു ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യുന്നത് തേനീച്ചയും പീരങ്കിപ്പടയും, അത് തേജ് മർവിൻ മ്യൂസിക് ചെയ്ത മൂവിയാണ്. അതിനകത്ത് പാട്ട് എഴുതി. പിന്നീട് നെക്സ്റ്റ് വൺ സൂഫിയും സുജാതയാണ്. അതിനകത്ത് എഴുതി എം ജയേന്ദ്ര സാറിൻ്റെ മ്യൂസിക്കിൽ. പിന്നെ ആസിഫ് അലിയുടെ കൊത്ത് എന്ന് പറഞ്ഞൊരു മൂവി സിബി മലയിൽ സാറിൻ്റെ, അതിനകത്തൊരു സിറ്റുവേഷൻ സോങ് എഴുതി. പിന്നെ ഏറ്റവും അഭിമാനത്തോടു കൂടി എനിക്ക് എക്കാലത്തും എനിക്ക് എൻ്റെ മക്കൾക്ക് എടുത്തു പറയാനുള്ളത് 5 ഭാഷകളിൽ ഇറങ്ങിയ പിന്നെ മരക്കാർ അറബികളിലെ സിംഹം. അത് ആ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. റോണി റാഫേലാണ് പിന്നെ എൻ്റെ മ്യൂസിക് ഉണ്ടായത്. അതിൽ പ്രിയദർശൻ സാറിൻ്റെ സംവിധാനത്തിൽ ലാൽ സാറിൻ്റെ മൂവിയിൽ പാട്ട് എഴുതി. ഇത്രയും പടങ്ങൾക്ക് ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. ഹാപ്പിയാണപ്പോൾ. പിന്നെന്താ, പ്രതീക്ഷിക്കാതെ കിട്ടിയ സംഭവങ്ങളല്ലേ. ഇത്ര ആകൂന്നൊക്കെ ഓർത്തിട്ടുണ്ടോ? മീൻസ് ഇത്രയും ഡെവലപ്പായി ഈ ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമെന്ന് ഷാഫിക്ക ചെറുപ്പകാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ടോ? നെക്സ്റ്റ് ബ്രീത്ത് എന്താന്ന് പോലും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ആലോചിക്കലും അന്വേഷിക്കലും ശ്രമം ഉണ്ടാവാറുണ്ട്. നാളേക്ക് നല്ലത് ചെയ്യണം എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ വെക്കാറുണ്ട്. പക്ഷെ അങ്ങനെ നടക്കാൻ പാടുള്ളൂ എന്നുള്ള ശാഠ്യോ അല്ലെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ട് വേറെ ആരുടെ പോയിട്ട് നിൻ്റെ നാളുകൾ എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന പരിപാടിയൊന്നുമില്ല. എൻ്റെ നാളുകൾ എന്താണോ പഠിച്ചോന്ന് എനിക്ക് തീരുമാനിച്ചിരിക്കുന്നത്, എനിക്ക് അങ്ങനെ പോയാൽ മതി. ഫ്യൂച്ചറിൽ എന്താണ് ഷാഫിക്കയുടെ ഡ്രീം? അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടോ? അതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവില്ലേ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടാവും. എൻ്റെ പ്രൊഫഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഒരുപാട് സ്പേസ് ഇൻഡിവിജ്വൽ ആൽബത്തിൽ ഇനിയും ബാക്കിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ കൊണ്ട് സമ്പാദിക്കുക എന്നുള്ളതൊക്കെ രണ്ടാം ഘട്ടമായിട്ട് ഞാൻ കാണുന്നത്. ചിലരൊക്കെ പറയുന്നേക്കാം എനിക്ക് കലാമൂല്യങ്ങളോടല്ല ഈ സമ്പത്തിനോടാണ് ഭയങ്കര, നമുക്ക് ഇതിനെ കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റുന്നുള്ളത്. അങ്ങനത്തെ ആളുകളെ കലാലോകത്ത് വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനെയാണ്. കാരണം അതിനോട് പറ്റിയ മേഖലയല്ല ഇത്. ഇതൊരു ഡെഡിക്കേഷൻ മേഖല. ഇത് നാടകം മുതൽ കവിതകൾ മുതൽ പണ്ടേ വിപ്ലവകരമായ മാറ്റങ്ങൾ, ഇവിടെ അധാർമികമായി നടന്നുകൊണ്ടിരുന്ന അനാചാരങ്ങളെ തച്ചുടച്ചുകൊണ്ട് മുന്നേറിയിട്ടുള്ള വിപ്ലവകരമായ മുഴുവൻ മാറ്റങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് കലകളാണ്. അപ്പോൾ കലാകാരൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധി മാത്രമല്ല, വലിയ ഉത്തരവാദിത്തപൂർവ്വം ആ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത കുറേ പേര് ഈ പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു മീഡിയ ആയിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെയാണ് ഇതിന് തകർച്ചയുള്ളത്. അത്തരക്കാരെ ശരിക്കും കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാതിരിക്കേണ്ടത് ഓഡിയൻസിൻ്റെ ചുമതലയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇനി ഒരുപാട് സ്പേസ് ഉണ്ട്. കലാപരമായിട്ട് നമുക്ക് വ്യത്യസ്തകൾ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റിയ, ഉദാഹരണത്തിന് പറയുക, ഒരു 10 വർഷം മുമ്പ് മ്യൂസിക്കൽ സിനിമ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആൽബം മീഡിയയിലേക്ക് ഞാനൊരു പുതിയൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഞാനൊരു പ്രൊഡ്യൂസറുടെ അടുത്ത് ഈ സംഗതി ഒരു കമ്പനിയുടെ മുതലാളിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അതൊന്നും ഇവിടെ ചിലവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് ഗാലറി വിഷനിൽ വന്നിട്ട് ഇവിടുന്ന് ഞാൻ ഷർഫിൻ്റെ അടുത്ത് പറഞ്ഞടാ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ഷർഫിനാണെങ്കിൽ ആ സമയത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാമ്പത്തിക ചുറ്റുപാട് കമ്പനിക്കില്ല. ആ സമയത്ത് CD-യുടെ പൈറസി പ്രോബ്ലം ഒക്കെ ആയിട്ട് ആകെ എല്ലാവരും പൂട്ടിക്കെട്ടി മടങ്ങുന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു ഐഡിയയും കൊണ്ടുവരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് പാട്ടിനെ ആ പാട്ടിൻ്റെ അതേ രാഗത്തിലും അതേ പിച്ചിലും അതേ സ്കെയിലും പുതിയ കുറച്ച് BGMs ചേർത്തിട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 10-15 മിനിറ്റിലേക്ക് ലെങ്ത് കൂട്ടുക. എന്നിട്ട് ഡയലോഗ് സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുക. അവിടെ അവസാനിപ്പിക്കൽ മാത്രമല്ല, അടുത്ത പാട്ടിലേക്ക് ഈ ഇതിൻ്റെ തുടർക്കഥ പോലെ ഇതിലെ കഥാപാത്രങ്ങളുടെ കോണ്ടാക്റ്റ് അല്ലല്ല അടുത്ത അതേ വർക്കിലെ കണ്ടിന്യൂറ്റി അടുത്ത പാട്ടിലും കൊടുത്തുകൊണ്ട് ക്ലൈമാക്സ് ഇപ്പോൾ 5 പാട്ടുണ്ടെങ്കിൽ 4 പാട്ടിൽ കഥകൾ പലവിധ കഥകൾ പറഞ്ഞു പോയി ഇതിലെല്ലാ കഥാപാത്രങ്ങളും ഒരുമിക്കുന്ന ക്ലൈമാക്സിലെ ഒരു സോങ്ങിലേക്ക് കൊണ്ടെത്തിക്കുന്ന
മ്യൂസിക്കൽ സിനിമ ഓക്കെ. എന്ന് പറയുന്ന സോങ് സിനിമ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അതിന് ശേഷം ആ ഐഡിയ തന്നെ എൻ്റെതാണ്. അതായത് പിന്നീടാണ് അത് മുമ്പ് വേറെ എവിടെയും ബാക്കിയുള്ളവരും സംഭവിച്ചിട്ടൊന്നുമില്ല. അത് ഈ കോപ്പി പറഞ്ഞ മെയിൻലി. പ്രൊഡ്യൂസർ അടക്കം പിന്നീട് എനിക്ക് പുള്ളിയുടെ പിന്നെ പ്രൊഡക്ഷനിൽ ഓ, എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളതാണ്. yes. അതൊക്കെ ഞാനത് റിവഞ്ച് ഒന്നും ആയിട്ട് എടുക്കുന്നില്ല. പക്ഷെ തിരിച്ചറിവാണിത്. അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന് മനസ്സിലായപ്പം പുള്ളി എന്നെ കൊണ്ട് സോങ് സിനിമ ചെയ്യിച്ചു. ഞാൻ വൃത്തിക്ക് ചെയ്തു കൊടുത്തു. അത് ഇപ്പം യൂട്യൂബിൽ ഉണ്ട്, ഉണ്ട്. കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഇതിനകത്ത് ഇനിയും സ്പേസ് ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് വേണം എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കാം. അവൻ ഇതിനകത്ത് ഡയറക്ഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പിന്നെ അസോസിയേറ്റ് ആയിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്തു. അവനിവിടെ കൊച്ചിയിലെ വിഫ്റ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മുഹമ്മദ് ഷഹബാസ് ഖാൻ. അപ്പോൾ ഷഹബാസ് തുടർന്നുകൊണ്ട് പോകാൻ പോകുന്ന കലാമേഖലയാണ്. എൻ്റെ മക്കൾ പെൺകുട്ടികൾ രണ്ടാളും ഇൻസ്ട്രുമെൻറ്റ്സ് 4 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ ഗിറ്റാറിൽ 2nd ഗ്രേഡ്, മറ്റേ ഗ്രാജുവേഷൻ കഴിഞ്ഞു. മറ്റേത് ട്രിനിറ്റി UK അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. സ്വയം സെലക്ട് ചെയ്താണോ അവർ ഈ ഫീൽഡ്? സ്വയം. അതും ഒരു 3ാം ക്ലാസ് മുതൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനത് കുഞ്ഞുനാളിലെ പൂതിയായിട്ട് മാത്രം കണ്ട് പ്രോത്സാഹിപ്പിച്ചില്ല. 7ലൊക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി സീരിയസ് ആണ്, നമ്മൾ കൊണ്ടുവച്ച് ചേർക്കുന്നു. ചേർന്നതായിരിക്കും. അവർക്ക് വേണേൽ എനിക്ക് പറഞ്ഞു കൊടുക്കാം ഇനി എന്താ സ്പേസ് എന്ന്. പക്ഷേ ഞാൻ പറയില്ല. ആ ഐഡിയ ഞാൻ തന്നെ ചെയ്യുള്ളൂ. ജീവനോടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. ഞാൻ മക്കൾക്ക് പോലും പറഞ്ഞു കൊടുക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം അതൊരു ഈച്ചക്കോപ്പിയായി പോണ്ട. ഞാനൊരാളെയും പിന്നെ അനുകരിച്ച് വന്നിട്ടില്ല. മീൻസ് ഇപ്പം പാട്ട് പാടുമ്പോൾ നമ്മളെ ശബ്ദമായിട്ട് സാമ്യതയുള്ള ഉദിത് നാരായണൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ സാമ്യതയോടുകൂടി പാടാൻ ശ്രമിച്ചു എന്നുള്ള മിമിക്രിക്കാരനായതുകൊണ്ട് അങ്ങനെ ശ്രമിച്ചു എന്നല്ലാതെ ഒരാളുടെ ക്രിയേറ്റിവിറ്റി അനുകരിച്ച് അങ്ങനെ പോയിട്ടില്ല. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഞാൻ കേട്ട് വന്ന മലബാറിൻ്റെ മാപ്പിളപ്പാട്ടുകൾ, അല്ലാത്ത മലബാറിലെ പാട്ടുകൾ, നാടൻ പാട്ടുകൾ, പിന്നെ ലളിതഗാനങ്ങൾ, ഇതെല്ലാം ഇൻഡിവിജ്വൽ ആൽബംസിൽ പെടുത്താം. അതിനകത്ത് നിന്നുകൊണ്ട് എവിടെയാണ് ഇനിയൊരു പുതുമ കൊടുക്കാൻ പറ്റുക? അതാണ് പിന്നീടുണ്ടായ പട്ടുടുത്തു പോലത്തെ പാട്ടുകൾ, പിന്നെ ദിലേ ഫാത്തിമ പോലത്തെ വെറൈറ്റീസൊക്കെ ഉണ്ടാവാനുള്ള കാരണം. അതുപോലെ പുതുമയാർന്ന എന്തെങ്കിലും ഓർക്കസ്ട്രേഷനിലും മറ്റുമൊക്കെ നമ്മളെ കോൺട്രിബ്യൂഷൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് ചെയ്യിക്കുക എന്നുള്ള അത് ഇനിയും ബാക്കിയുണ്ട്. മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചതനുസരിച്ച് നിങ്ങൾ പുതിയ മ്യൂസിക് സ്പേസ് കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കൊണ്ടുവരാം. അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ആരോടെ മത്സരിക്കണം എന്ന് ആഗ്രഹമില്ല. സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്ത് ഞാനും പാടും എന്ന് തെളിയിക്കാൻ ആഗ്രഹമില്ല. അത് ആ ആഗ്രഹമൊക്കെ ചെറുതിലേ മുള്ളിക്കളഞ്ഞ ആളെ നമ്മൾ നുള്ളി എടുത്തു കളഞ്ഞു. എൻ്റെ മോനെ 2 വയസ്സിൽ മടിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവൻ പാട്ടുകാരനാക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ 2006 അവനെ മടിയിലിരുത്തി ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഇവൻ പാട്ടുകാരനാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ മത്സരിക്കാൻ ഞാൻ വിടൂല. അതിന്നും വിട്ടിട്ടില്ല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആരോടും മറ്റവനെ പോലെ ആവണം, അല്ലെ ഇവനേക്കാൾ നന്നായിട്ട് ചെയ്യണം, അതൊന്നും വേണ്ട. നിങ്ങളെ ഇന്നലകളേക്കാൾ നല്ലത് സൃഷ്ടിക്കാൻ ശ്രമിക്കുക. സമൂഹത്തിന് നിങ്ങളെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന, നിങ്ങളെ മരണശേഷവും നിങ്ങളെ കാലശേഷവും നിങ്ങളെ ഓർക്കപ്പെടുന്ന രീതിയിൽ. നമ്മളിപ്പോൾ ആരെയൊക്കെ ഓർത്തു? ബാബുഖാൻ ഓർത്തു, ഉമ്പായിക്കാൻ ഓർത്തു, പിന്നെ അങ്ങനെ മൺമറഞ്ഞവരെ ഓർത്തു. അവരൊക്കെ എന്തുകൊണ്ടാണ് ഓർക്കുന്നത്? അവരെ സ്വയം അടയാളപ്പെടുത്തിയ ആളുകളാണ്. അതുപോലെ ഇൻഡിവിജ്വലായിട്ട് അടയാളപ്പെടുത്താൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. മക്കൾ നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് ആയുസോടുണ്ടെങ്കിൽ. നമുക്ക് ഈ വേടന്റെ ആ ഒരു വിവാദങ്ങളെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ അതിൽ ആസ് എൻ ആർട്ടിസ്റ്റ് ഷാഫിക്കൊക്കെ എന്താ പറയാനുള്ളത് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത്? എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇവിടെ ഒന്നാമത് അദ്ദേഹത്തെ ഈ 5 ഗ്രാമങ്ങാനും കഞ്ചാവിൻ്റെ പേരിൽ പിടിച്ചു എന്ന് പറഞ്ഞു. ആ കേസ് പിന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ജാമ്യമൊക്കെ കിട്ടി അദ്ദേഹത്തിന്. പക്ഷെ ആ സമയത്തുണ്ടായ കോലാഹലങ്ങൾക്കിടയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം ചെയ്ത് തെറ്റാണ്, സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പേഴ്സണൽ കാര്യമായാൽ പോലും അയാളൊരു പ്രതിനിധിയാണല്ലോ പാട്ടിൻ്റെ. എന്നാൽ തിരുത്താൻ മനസ്സുള്ള മനുഷ്യനാണ്, തിരുത്തി വരും. പിറ്റേന്ന് ഞാൻ പോസ്റ്റ് ഇട്ടതിൻ്റെ പിറ്റേന്ന് അദ്ദേഹം ആ പോസ്റ്റും കണ്ടിട്ടുണ്ടാവില്ല, ആരുടെ ബഹളവും കേട്ടിട്ടില്ല. പക്ഷേ സ്വയം മനസ്സുകൊണ്ട് ചിന്തിച്ച് ക്യാമറയ്ക്ക് മുമ്പിൽ അദ്ദേഹം എന്താ പറഞ്ഞ ചാനലിൻ്റെ മുന്നിൽ, മക്കളെ, എൻ്റെ അനിയന്മാരായിട്ടുള്ള ആളുകളെ, എന്നെ സഹോദരങ്ങളായിട്ട് സ്നേഹിക്കുന്ന ആളുകളെ, നിങ്ങളാരും എൻ്റെ ഈ ബാഡ് ഈ ദുശീലങ്ങളൊന്നും പിന്നെ ബാഡ് ഹാബിറ്റ്സ് ഒന്നും നിങ്ങൾ അനുകരിക്കരുത്. അത് നല്ലൊരു തിരിച്ചറിവാണ്. അവൻ ചെറുതാണ്. അദ്ദേഹം എന്ന് ഞാൻ പറയുന്ന ബഹുമാനത്തോടു കൂടിയാണ്. അവൻ എൻ്റെ ഒക്കെ പ്രായത്തിന് എത്രയോ ചെറിയ പയ്യനാണ്. അവൻ
വളർന്നു വരട്ടെ. ഒന്നാമത്തെ കാര്യം. ഇനി അതിനകത്ത് തന്നെ എനിക്ക് ക്രോസ് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. ജനത്തിനോട് തന്നെ ചോദിക്കുക. ഞാനും നിങ്ങളും വളരെ ഭവ്യതയോടുകൂടി പിന്നെ തൊഴുതുകൊണ്ട് ഓർക്കുന്ന മൺമറഞ്ഞു പോയതും നിലവിൽ നിൽക്കുന്നതുമായ കവികളും നടന്മാരും കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും എന്തെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് അവരത് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ കലാസൃഷ്ടികൾ നമ്മൾ വേണ്ടാന്ന് വെച്ചോ, അവരുടെ നന്മകൾ പറയാതിരുന്നോ, അവരെ വെറുത്തോ, കൊടുത്ത അവാർഡ് തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അവാർഡ് കൊടുക്കൂല എന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ആകാശത്തോളം വാഴ്ത്തുന്ന പലരും, മരിച്ചുപോയ പലരും മരിക്കാൻ കാരണം തന്നെ ലഹരിയാണ്. ലഹരി കഞ്ചാവ് മാത്രമൊന്നുമല്ലല്ലോ. ലഹരി ഇവിടെ മദ്യവും ഒക്കെ ലഹരി തന്നെയാണ്. അതും അതിനേക്കാളും മുന്തിയതൊക്കെ അടിച്ചിട്ട് മരിച്ചുപോയ മഹത്തായ കലാകാരന്മാർ, അവരാരെയും ഈ വേടനെതിരെ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് ആരും പിന്നെ ഇങ്ങനെ ഹരാസ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ഇതെന്താന്ന് മനസ്സിലാവണമല്ലോ, ഈ ഇരട്ടത്താപ്പ്. അതെ. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ അദ്ദേഹം തെറ്റ് ചെയ്തു, അദ്ദേഹം തിരുത്താന്ന് പറഞ്ഞ് ജീവിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പാട്ടിലെ അദ്ദേഹം വിപ്ലവകരമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള സ്പേസിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളെ ചിലരെ ചൊടിപ്പിക്കുന്നു എന്നുള്ള അതുണ്ടല്ലോ. അദ്ദേഹം അനുഭവിച്ച പിന്നെ ഈ പറഞ്ഞ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ, പച്ചയായ നേർക്കാഴ്ചകളാണ് അദ്ദേഹം പാട്ടായിട്ട് എഴുതുന്നത്. ഇവിടെ ആരൊക്കെ എഴുതി? വയലാർ എഴുതിയില്ലേ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഇവിടെ ആരെങ്കിലും മതങ്ങൾ മനുഷ്യനുണ്ടാക്കിയല്ല ദൈവം ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന ഞാനടക്കമുള്ള വിശ്വാസികളായ ആരെങ്കിലും വയലാറിനെ കൊല്ലണം എന്ന് പറഞ്ഞ് നടന്നോ? അല്ലെങ്കിൽ വയലാറിനെ പിന്നെ നമ്മൾ പിന്നെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ് നടന്നോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണത്. വേടൻ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ വേദനകളും അദ്ദേഹം അനുഭവിച്ച ജീവിതാനുഭവങ്ങളും സമ പിന്നെ അനുഭവമുള്ള ആളുകളുടെ വേദനയും കൂടിയാണ്. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാണ് അദ്ദേഹം. അദ്ദേഹം തുടരട്ടെ എന്ന് ഞാൻ പറയുന്നത്. അതിന് ആർക്കും ഇത്ര പിണക്കവും ചൂടിയൊക്കെ വേണ്ട ആവശ്യം എന്താ? അയാളൊരു കലാകാരനാണ്. അയാളൊരു മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എന്തെല്ലാം നാടകങ്ങൾ ഉണ്ടായി. ചിലതിന് മാത്രം കോലാഹലം ഉണ്ടായി എന്നല്ലാതെ നാടകം എന്ന് പറയുന്ന മേഖല ഇല്ലാണ്ടായോ? അല്ലെ ഈ പറയുന്ന നാടക ആചാര്യന്മാരൊക്കെ ബഹിഷ്കരിക്കപ്പെട്ടോ? ഒന്നുമില്ല. വേടൻ അയാളുടെ ഈ പറഞ്ഞ നല്ല ചുട്ടുപൊള്ളുന്ന ബോധവൽക്കരിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയിക്കോട്ടെ. പിന്നെ ഇവിടെ അദ്ദേഹം പറയുന്ന പോലെ ജാതീയത ഇവിടെ ഇല്ല എന്ന് ചിലർ പറയുന്നുണ്ട്. ഞാനിപ്പോഴും പറയുന്നു, ഇവിടെ ഓരോരുത്തരും അവരവരുടെ പല മേഖലകളിലും ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ കണ്ട നല്ല കാര്യങ്ങൾ കൊണ്ട് മാത്രം ഇപ്പം കാണാപ്പുറങ്ങളെ കാണാത്ത കുറേ പേരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഒരു ട്രംപ് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പിന്നെ കാഴ്ചപ്പുറങ്ങളൊക്കെ ഭംഗിയാക്കി വെച്ചിരുന്നു. അയാൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ ബാക്ക് സൈഡ് വലിയൊരു മതിലെല്ലാം കെട്ടി കംപ്ലീറ്റ് കളർഫുള്ളാക്കി. അതിൻ്റെ ബാക്ക് സൈഡിൽ ചേരികളിൽ ജീവിക്കുന്ന ആളുടെ ജീവിതം ഇല്ല എന്നാണോ അതിൻ്റെ അർത്ഥം? ഇല്ല. നമ്മൾ കാണുന്ന കാഴ്ചപ്പുറങ്ങൾ മാത്രമല്ല, ജാതീയതയും വിഭാഗീയതയൊക്കെ എല്ലാ മതത്തിൻ്റെ മറവിലും അല്ലാത്തതിൻ്റെ മറവിലും ഒക്കെ ആയിട്ട് എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ പറയാൻ ആൾക്കാർക്ക് പേടിച്ചിട്ടാണ്. അതിനെ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു, അത് പറയട്ടെ. ഇല്ല എന്നൊക്കെ നമ്മൾ വെറുതെ പറയാണ്. പല സ്ഥലങ്ങളിലും നോക്കിയാൽ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. അതും വേടൻ ശക്തമായി തുടരട്ടെ. അയാളെ അംഗീകരിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടുണ്ട്. അത് വെറും ചീള് പിള്ളേരാണ്, കുട്ടികളാണ്, തിരിയാത്തവരാന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഓഡിയൻസിൻ്റെ ഇടയിൽ നിങ്ങൾ വീഡിയോസിൽ കാണുന്നത് വെറും പയ്യന്മാർ മാത്രമാണോ? പിന്നെ ഈ പറയുന്ന വാക്കുകളിൽ റാപ്പ് സ്റ്റൈലിൽ പറഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകൾ കഴമ്പില്ല എന്നൊക്കെ ചിലർ പറയുന്നത്, എന്തോ പാടുക എന്നൊക്കെ. ആര് പറഞ്ഞു? ആ വരികൾക്കൊക്കെ നല്ല മൂർച്ചയുണ്ട്. അതിനുള്ളിലേക്ക് കടന്നു ചെല്ലാനുള്ള ചിന്താശേഷി ഉള്ളവർക്ക് അത് മനസ്സിലാവും. നമുക്ക് ഷാഫിഖാനെ ഇഷ്ടപ്പെടുന്ന, ഷാഫിഖയുടെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഫാൻസിനൊക്കെ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഒരു ടൈപ്പ് പാട്ടുകൾ മാത്രമല്ല, ഓഡിയൻസ് പല അഭിരുചികളിലുള്ളവരാണ്. പല ടൈപ്പ് പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എനിക്ക് ഗാലറി വിഷനിൽ തന്നെ കെട്ടുകഥ എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. അതിനകത്ത് പലരും റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ചില പാട്ടുകളുണ്ട്. അതിൻ്റെ കുറച്ച് വരികൾ പാടി നമ്മൾ വൈൻഡപ്പിന് മുമ്പ് അങ്ങനെ പാടി അങ്ങ് നിർത്താം. ഒന്നാമത് ഉള്ള പാട്ടിൻ്റെ അനുപല്ലവി മുതൽ തുടങ്ങാം. ഈ വഴിത്താരയിൽ കൈപിടിച്ചോടിയ ഓർമ്മകൾ നിഴലുകളായി, ഇന്നും ആ ഓർമ്മതൻ ഈരടിപ്പാതയിൽ ഞാനൊരു യാചകനായി.
നിന്നേർക്കു നീളുമീ ഹൃദയമാം പാത്രത്തിൽ നീർമണിമുത്തുകൾ പൊഴിയുമീ നേത്രത്തിൽ ഇത്തിരി സ്നേഹം തരൂ നീ പിന്നെയും കൂട്ടുവരൂ എന്നെ ഓർക്കാത്ത ഹൃദയം എന്തിനടി നിനക്കെന്തിനടി കാണാത്ത മിഴികൾ എന്തിനി എനിക്കെന്തിനി നീയില്ലാത്ത മാഞ്ചോടും പൂവില്ല പൂഞ്ചോലയും എന്തിനി എനിക്കെന്തിനി. ഒന്നത്. രണ്ടാമത് ഈ ബ്രേക്കപ്പ് ടീമിനുള്ള തേപ്പ് കിട്ടിയ എന്നെ പോലുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി. കാർമുകില് കരയും നേരം മണ്ണിനത് സൗഭാഗ്യം, എൻ്റെ മനമുരുകുമ്പോഴും നിന്നിലത് സംഗീതം. നാളെയൊരു നാളിൽ എന്നിലെ സ്നേഹം കൊള്ളാൻ നീ വരും, ദൂരെയൊരു നീലാകാശ താരകമായി ഞാൻ മാറിടും. എന്നെയോർത്തെന്നും നിന്റെ മിഴികൾ തൂകരുതേ, താഴെ വരുവാൻ കവിളു തഴുകാൻ കഴിയില്ലോമലേ. നിറമിഴികളാൽ വിട പറയവേ കരളകമോദിയതെന്താണ്, ഇണക്കിളികളായി പറന്നുയരുവാൻ തിരികെ നീ അണയുവതെന്നാണ്. കെട്ടുകഥയിലെ ഒരു ടൈറ്റിൽ സോങ് കൂടെ പാടി വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തേപ്പുകാരുടെ പാട്ടാണ്. അതും കഴിഞ്ഞിട്ട് നില്ലടി കുയിലിൻ്റെ കുറച്ച് വരികൾ പാടാം. പ്ലസൻ്റ് ആയിട്ട് അങ്ങ് നിർത്താം. പ്ലസൻ്റ് പ്രണയം പറഞ്ഞുകൊണ്ട്. കെട്ടുകഥൻ്റെ ടൈറ്റിൽ സോങ് ഇങ്ങനെയാണ്, അതിൻ്റെ അനുപല്ലവി തൊട്ട് പറയാം. എന്തേ നീ പോകുമ്പോൾ നീ തന്ന പൂക്കളും തങ്കക്കിനാക്കളും കൊണ്ടുപോയില്ല, നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടപ്പോൾ കാതിൽ പറഞ്ഞതും കരളിൽ തറച്ചതും നീ മറന്നില്ലേ. എന്നെ നീ മറന്നാലും നീ എൻ്റെ നെഞ്ചിലെ ചെമ്പകമാ, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ നിഴലിന്ന് ഞാൻ തന്നെയാ. കെട്ടുകഥയല്ല പെണ്ണെ ജീവിതമാണെടീ, പച്ചവെള്ളമല്ല പൊന്നെ കണ്ണീരാണിത്, ചെമ്പരത്തിയല്ല കണ്ണെ ഹൃദയമാണെടീ, നൊമ്പരത്തിൽ ഞാൻ പാടും പാട്ടുകളാണിത്. ഇനി നെല്ലടി കുലവറ നിസാർ വടകര എഴുതി ട്യൂൺ ചെയ്ത് പാടിയ, ഞാനും ജാസി ചേട്ടനും പാടിയിരുന്ന പാട്ട്. ഒരു നോട്ടം കൊണ്ടെൻ്റെ മനസ്സിൽ ഒളിയമ്പെറിഞ്ഞുള്ള പെണ്ണെ, നിന്റെ ചോകപ്പുള്ള മേനി ഇന്നെനിക്ക് സ്വന്തമല്ലേ. നിൻമീൻ പിടക്കണ കണ്ണും തേൻ മധുരമുരണ ചുണ്ടും ഈ നുണക്കുഴിക്കവിളഴകും ഇന്നെനിക്കു മാത്രമല്ലേ. മുത്തുമാല വാങ്ങി ചാർത്താം, കുപ്പിവളകൾ വാങ്ങി നൽകാം, മുത്തുമാല വാങ്ങി ചാർത്താം, കുപ്പിവളകൾ വാങ്ങി നൽകാം, പട്ടുപുടവ കൊണ്ടു മൂടാം, പൊന്നുപോലെ നിന്നെ നോക്കാം, പെണ്ണേ നിനക്കായി ഞാൻ ഇന്നും കൊതിച്ചിരുന്നു, ഒന്നായി കഴിഞ്ഞിടുവാൻ കൽബിൽ നിനച്ചിരുന്നു. നില്ലടി കുയിലേ നീ ചൊല്ലടി മയിലേ. ഷാഫിക്കയുടെ പഴയ പാട്ട് ജനങ്ങൾ ഏറ്റെടുത്ത പോലെ ഇനിയും ഉള്ള പാട്ട് ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഉള്ള പ്രതീക്ഷയോടുകൂടി
നമുക്ക് ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു. എനിക്കും ഒരുപാട് സന്തോഷം. ദ സൗണ്ട് എന്ന് പറഞ്ഞ ഗാലറിവിഷൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഇനിയും നല്ല കലാകാരന്മാർ ഈ സീറ്റിൽ വന്നിരുന്ന് മികച്ച കാര്യങ്ങളൊക്കെ പറയട്ടെ, ജനങ്ങൾക്കതൊക്കെ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇനിയും എനിക്കും ഇതുപോലെ വന്നിരുന്ന് പുതിയ വിശേഷങ്ങളൊക്കെ പറയാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് നേരുന്നു. താങ്ക് യു സോ മച്ച്.